ഓക്കെ. അപ്പോൾ IEEE ഞാൻ പറഞ്ഞു സാധാരണ ഡാറ്റ ലിങ്ക് ലെയറിലാണ്, ഡാറ്റ ലിങ്ക് ലെയറിലും ഫിസിക്കൽ ലെയറിലുമാണ് IEEEയുടെ സ്റ്റാൻഡേർഡ് വരുന്നത്. അതിൽ ഫിസിക്കൽ ലെയറിൽ ഈ പറയുന്ന ഈതർനെറ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടാവും, അല്ലെ ടോക്കൺ റിംഗ് ഉണ്ടാവും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ IEEE പറഞ്ഞിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു, നമുക്ക് അതിലേക്ക് പോകേണ്ട കാര്യമില്ല. ഈതർനെറ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കേബിളിൻ്റെ എങ്ങനെയൊക്കെയാണ്, കേബിൾ ഏതൊക്കെ രീതിയിൽ, അത് ട്രിം ചെയ്തപ്പോൾ പറഞ്ഞില്ലേ, കളർ കോഡൊക്കെ പഠിച്ചില്ലേ. അതായത് രണ്ട് ഡിവൈസ് തമ്മിൽ കണക്ട് ചെയ്യും. ക്രോസ് ഓവർ കേബിളിംഗ് ആണെങ്കിൽ ഒരു രീതിയിലുള്ള കളർ കോഡും, സ്ട്രെയിറ്റ് കേബിളിംഗ് ആണെങ്കിൽ വേറൊരു രീതിയിലുള്ള കളർ കോഡും ആണെന്നൊക്കെ പറഞ്ഞില്ലേ, പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ആ ക്രോസ് ഓവർ കേബിളിങ്ങിന് ഇങ്ങനെ വേണം, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് കേബിളിങ്ങിന് ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് ഡിഫൈൻ ചെയ്തേക്കുന്നത് IEEE എന്ന് പറയുന്ന സ്റ്റാൻഡേർഡാണ്. IEEE 802 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡാണ് അത് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മതി. നമുക്ക് ഇത്തവണ പഠിക്കാനുള്ളത് ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ സ്പെസിഫിക്കേഷനാണ്. അപ്പം ഡാറ്റ ലിങ്ക് ലെയറിൽ 2 ലെയറാണ് വരുന്നത്. ഡാറ്റ ലിങ്ക് ലെയറിനെ ഇവർ ഫർദർ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് LLC, രണ്ടാമത്തേത് MAC, മാക് എന്ന് പറയുന്ന സാധനം, മീഡിയം ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നതാണ്. അത് കഴിഞ്ഞ് ഇതിൻ്റെ അപ്പറിലേക്ക് വേറെ ലെയേഴ്സൊക്കെ കാണും. അപ്പോൾ IEEE പറഞ്ഞേക്കുന്നത് ഈ 2 ലെയറിലെ പ്രോട്ടോക്കോളുകൾ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നാണ് IEEE പറഞ്ഞേക്കുന്നത്. കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കിട്ടിയില്ലേ, എന്തിനാണ് IEEE ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? എല്ലാ ലാനുകളെ, എല്ലാ കമ്പ്യൂട്ടറുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യണമെങ്കിൽ അതൊരു സ്റ്റാൻഡേർഡ് വേണം എന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തത്. അപ്പോൾ ഡാറ്റ ലിങ്ക് ലെയറിലെ കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത്. ഡാറ്റ ലിങ്ക് ലെയർ ഇൻ IEEE സ്റ്റാൻഡേർഡ് ഇസ് ഡിവൈഡഡ് ഇൻറ്റു 2 സബ് ലെയർ, LLC ആൻഡ് MAC. അതാണ് പറഞ്ഞത്. IEEE 802 പ്രൊജക്റ്റിൽ IEEE 802 പറയുന്നത് മെയിനായിട്ട് ഡാറ്റ ലിങ്ക് ലെയർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതാണ് ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ ആൻഡ് പാർട്ട് ഓഫ് ഫ്രെയിമിംഗ് ഡ്യൂട്ടീസ്. അത്രയാണ് മെയിനായിട്ട് ചെയ്യുക. ഫ്ലോ കൺട്രോളും എറർ കൺട്രോളും ഫ്രെയിമിങ്ങുമാണ് ചെയ്യേണ്ടത്. അതായത് എറർ ഉണ്ടെങ്കിൽ എറർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഫ്ലോ കൺട്രോൾ ചെയ്യുക, അതായത് ഒരെണ്ണം ട്രാൻസ്മിറ്റ് ചെയ്തു, അത് കഴിയുമ്പോൾ അടുത്ത് ട്രാൻസ്മിറ്റ് ചെയ്യുക, അതിൻ്റെ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക. അല്ലെങ്കിൽ അതിനെ പലതായിട്ടാണ് വിടുന്നതെങ്കിൽ അതിനെ നമ്പർ ചെയ്ത് ഒന്ന് കഴിഞ്ഞ് അടുത്തത് ഏതാണെന്ന് സെൻറ്ററുടെ അടുത്ത് റിസീവ് ചെയ്യുമ്പോൾ മനസ്സിലാകത്തക്ക രീതിയിൽ ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്നത്. എറർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എറർ ഉണ്ടെങ്കിൽ അത് തിരുത്തുക, അല്ലെങ്കിൽ എറർ വരാതിരിക്കാൻ നോക്കുക, എറർ ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മാർഗം കൊടുക്കുക. അങ്ങനത്തെ പണിയൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഡാറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ പാക്കറ്റുകളാക്കുക എന്ന് പറഞ്ഞാൽ എൻവലപ്പ് അടച്ചു വെക്കുന്ന പോലെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതിൽ ഈ പറഞ്ഞ ഫ്ലോ ആൻഡ് എറർ കൺട്രോൾ ആൻഡ് ഫ്രെയിമിങ്ങിൻ്റെ കുറച്ച് പാർട്ടും ചെയ്യുന്നത് LLC, ലോജിക്കൽ ലിങ്ക് കൺട്രോൾ എന്ന് പറയുന്ന ലെയറാണ്. മാക്കിൽ 2 ലെയർ ഉണ്ടാവും എന്ന് പറഞ്ഞു, LLCയും MAC. അതിൽ LLC ചെയ്യുന്ന പണിയാണ് ഫ്ലോ കൺട്രോളും എറർ കൺട്രോളും ഫ്രെയിമിങ്ങിൻ്റെ കുറച്ച് പാർട്ടും. ഫ്രെയിമിങ്ങിൻ്റെ ബാക്കി ഭാഗം, കുറച്ച് ഭാഗം എന്ന് പറഞ്ഞു, ഫ്രെയിമിങ്ങിൻ്റെ ബാക്കി ഭാഗം ചെയ്യുന്നത് മാക് എന്ന് പറയുന്ന ലെയറാണ്. മാക്, മീഡിയം ആക്സസ് കൺട്രോൾ എന്ന് പറയുന്ന ലെയറാണ്. അപ്പം കൂടുതൽ ലോജിക്കൽ LLC എന്ന് പറയുന്ന ലെയറിനാണ് കൂടുതലുള്ളത്. കാരണം അവൻ ഫ്ലോ കൺട്രോളിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം, എറർ കൺട്രോളിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം, ഫ്രെയിമിങ്ങിൻ്റെ കുറച്ച് പാർട്ടും ചെയ്യണം. ഫ്രെയിമിങ്ങിൻ്റെ ബാക്കി പാർട്ട് ചെയ്യുന്നത് മാക് എന്ന് പറയുന്ന ലെയറാണ്. അപ്പോൾ ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ 2 സബ് ഡിവിഷൻ ഉണ്ട്, 2ൻ്റെയും പണി പഠിച്ചു. ഇതിൽ ലോജിക്കൽ LLC എന്ന് പറയുന്ന ലെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. The LLC provides one single data link control protocol for all IEEE standards. അതാണ് ഈ ഫിഗറിൽ നിന്നുള്ളത്. IEEE സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഈതർനെറ്റ്, ടോക്കൺ റിങ്, ടോക്കൺ ബസ്, ഇതുപോലെ പലതും ആവാമെന്ന് പറഞ്ഞു. ഇതിലേതാണെങ്കിലും LLCയുടെ പ്രോട്ടോക്കോൾ സെയിം ആയിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. LLCയിൽ വ്യത്യാസം വരത്തില്ല. ഈ നിങ്ങൾ നാളെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം ഞാൻ പറയാം. ജാവ പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ? ഞാൻ സാധാരണ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ജാവ പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ? അറിയാവോ? JVM എന്ന് കേട്ടിട്ടുണ്ടോ? ജാവ വെർച്വൽ മെഷീൻ, JVM എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിലാണ് ജാവ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതായത് ജാവ വർക്ക് ചെയ്യണമെങ്കിൽ ജാവ വെർച്വൽ മെഷീൻ എന്ന് പറയുന്നൊരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ജാവ വെർച്വൽ മെഷീൻ എന്ന് പറയുന്ന സാധനം പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് JVM, ജാവ വെർച്വൽ മെഷീൻ വിൻഡോസിന് ഒരെണ്ണോ, ലിനക്സിന് വേറൊരെണ്ണോ, ഡോസിന് വേറൊരെണ്ണോ, മാക്കിന് വേറൊരെണ്ണോ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അത് പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് ആണ് JVM. ഈ JVM എന്ന് പറയുന്ന സാധനമാണ് ജാവയെ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആക്കുന്നത്. അതായത് നമ്മൾ ഏത് കോഡ് എഴുതിയാലും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാണ്? അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് JVM-ലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. JVM ഇത് വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിന് വേണ്ടി രീതിയിലേക്ക് മാറ്റും, ലിനക്സ് ആണെങ്കിൽ ലിനക്സിന് വേണ്ടി രീതിയിലേക്ക് മാറ്റും, അങ്ങനെ ചെയ്യും. അപ്പോൾ അത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്.
ഒന്ന് ഓർത്തിരുന്നോളുക. ജാവയെ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആക്കുന്നത് JVM എന്ന് പറയുന്ന സാധനമാണ്. ജാവ വെർച്വൽ മെഷീൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതൊരു വെർച്വൽ മെഷീനാണ്. ആ വെർച്വൽ മെഷീനിലാണ് ജാവ കോഡ് ഓടുന്നത്. അപ്പോൾ ആ JVM ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് ലിനക്സ് ആണോ വിൻഡോസ് ആണോ എന്നുള്ളത് JVM നോക്കിക്കോളും. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരുവാണെങ്കിൽ ഈ ഉത്തരം പറയുക. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇതിൻ്റെ മേളിലോട്ടുള്ള ലെയറുകൾ ഇതിൻ്റെ താഴെ ഈതർനെറ്റ് ആണോ ടോക്കൺ ബസ് ആണോ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നതെന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. എല്ലാം ഇതിലേതാണോ ഇതിൻ്റെ മേളിലോട്ടുള്ള ലെയറുകൾ നമുക്ക് കറക്റ്റായിട്ട് ഡാറ്റ എങ്ങനെയാണെന്ന് വെച്ചാൽ തരും. അതിനെ എല്ലാം ഈതർനെറ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെങ്കിൽ ഈതർനെറ്റിന് വേണ്ടിയ ഫോമിലേക്ക് ആക്കുന്നത് LLC ചെയ്തോളും. ഇതിൻ്റെ അടിയിൽ ടോക്കൺ റിങ്ങിൽ കൂടെയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നതെങ്കിൽ ടോക്കൺ റിങ്ങിലേക്ക് വേണ്ടി ആക്കുന്ന കാര്യങ്ങൾ LLC ചെയ്തോളും. അതുപോലെ ടോക്കൺ ബസ്സിൽ കൂടെയാണ് ട്രാൻസ്ഫർ നടക്കുന്നതെങ്കിൽ ടോക്കൺ ബസ്സിൻ്റെ ഫോർമാറ്റിലേക്ക് ആക്കാൻ വേണ്ടിയ കാര്യങ്ങൾ LLC ചെയ്തോളും. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേളിലോട്ടുള്ള ലെയറുകൾ ഇതിൻ്റെ താഴെ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്ന എന്താണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. പറഞ്ഞ കാര്യം മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയാം, വീണ്ടും പറയാം. ഇത് തന്നെയാണ് ജാവയുടെ കേസിലും സംഭവിക്കുന്നത്. ജാവ അതിൻ്റെ താഴെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് എന്ന് നോക്കുന്നില്ല. കാരണം ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും ഈ JVM എന്ന് പറയുന്ന സാധനം ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടിയ രീതിയിൽ ജാവ കോഡിനെ കൺവേർട്ട് ചെയ്തോളൂ. രണ്ടും തമ്മിലുള്ള ലിങ്ക് മനസ്സിലായോ? മനസ്സിലായില്ല എങ്കിൽ മനസ്സിലായില്ലെന്ന് പറയാം. മനസ്സിലായോ? ഓക്കെ. ഇതിൻ്റെ മേളിലേക്ക് അപ്പർ ലെയർ പ്രോട്ടോക്കോൾ ഉണ്ടാവുമല്ലോ. അതായത് ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ടാവും, ആപ്ലിക്കേഷൻ ലെയർ ഉണ്ടാവും, അല്ലേ, സെഷൻസ് ലെയറോ അങ്ങനത്തെ ലെയറുകളൊക്കെ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും. കുറേ ലെയറുകൾ ഉണ്ടാവും. TCP/IP ആണെങ്കിൽ ഇതിൻ്റെ മേളിലേക്ക് 2 ലെയറും കൂടെ ഉണ്ടാവുള്ളൂ. അല്ല, 3 ലെയർ ഉണ്ടാവും. ട്രാൻസ്പോർട്ട് ലെയറും ആപ്ലിക്കേഷൻ ലെയറും ഉണ്ടാവുള്ളൂ. ട്രാൻസ്പോർട്ട് ലെയർ ആപ്ലിക്കേഷൻ ലെയറും ഉണ്ടാവും. ഇനി നമ്മുടെ ISO OSI മോഡലിലാണെങ്കിൽ ഇതിന് മേളിൽ കുറേ ലെയറുകൾ കാണും. അപ്പോൾ ആ ലെയറുകളെല്ലാം ഓരോരോ കാര്യം, അതായത് ഇവിടുന്ന് ഡാറ്റ ട്രാൻസ്ഫർ അങ്ങോട്ട് ചെയ്യണം, അടുത്ത കമ്പ്യൂട്ടറിലേക്ക് ചെയ്യണ്ടേ, അതിന് വേണ്ടിയ കാര്യങ്ങളൊക്കെ ഇവൻ ചെയ്യുന്നുണ്ടാവും. കുറേ ചെയ്ത് ഒരു ഫ്രെയിമിൽ അല്ലെങ്കിൽ ഒരു ഫോർമാറ്റിലാക്കിയിട്ടായിരിക്കും വിടുന്നത്. അപ്പോൾ താഴെ എത്തുമ്പോൾ അത് ആക്ച്വലി ട്രാൻസ്മിഷൻ നടക്കുന്നത് നിങ്ങൾ ട്രിം ചെയ്ത ഈതർനെറ്റ് എന്ന് പറയുന്ന കാർഡ് ഉപയോഗിച്ചിട്ടായിരിക്കും നടക്കുന്നത്. അല്ല, ഈതർനെറ്റ് എന്ന് പറയുന്ന ആ ഈതർനെറ്റിൻ്റെ സോക്കറ്റിൽ കൂടി ആയിരിക്കും ട്രാൻസ്ഫർ നടക്കുന്നത്, കേബിളിൽ കൂടി ആയിരിക്കും നടക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പം ടോക്കൺ റിംഗ് എന്ന് പറയുന്നത് അതുപോലെ വേറൊരു കാര്യമാണ്. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ആ രീതിയിലായിരിക്കും ചിലപ്പോൾ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അല്ലെ ടോക്കൺ ബസ് എന്ന് പറയുന്ന വേറൊരു ടെക്നോളജി ഉണ്ട്, ആ രീതിയിലായിരിക്കും. അപ്പോൾ ഇത് 3 ആണെങ്കിലും 3 രീതിയിലായിരിക്കും ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ 3 രീതിയിൽ ട്രാൻസ്മിഷൻ നടക്കണമെങ്കിൽ ഡാറ്റയെ അതിനനുസരിച്ചുള്ള ഫോമിലേക്ക് മാറ്റണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ സ്പീഡ് പോസ്റ്റ് ആയിട്ടാണോ അയക്കുന്നത്, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടാണോ അയക്കുന്നത്, അല്ലെ സാധാ പോസ്റ്റ് ആയിട്ടാണോ അയക്കുന്നത്, എങ്ങനെ വേണമെങ്കിലും അയക്കാം, അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് എങ്ങനെയാണ് അയക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള സ്റ്റാമ്പ് ഒട്ടിക്കണ്ടേ. ആ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള സ്റ്റാമ്പ് ഒട്ടിക്കാൻ വേണ്ടിയ കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്? LLC എന്ന് പറയുന്ന ആൾ ചെയ്യും. LLC തീരുമാനിക്കും. ഈതർനെറ്റ് ആണെങ്കിൽ ഓക്കെ, ഈതർനെറ്റിൽ കൂടെ ട്രാൻസ്മിഷൻ നടക്കണമെങ്കിൽ ഫ്രെയിം ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ അവനെ ഫ്രെയിം അങ്ങനെ ആക്കും. ഇവൻ നോക്കും, ഓക്കെ, ഇതിൻ്റെ അടിയിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം മാത്രമേ ഒരു ലാനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ ഇതിലേതെങ്കിലും ഒരെണ്ണം ആകാം. പറഞ്ഞോ. ആർക്കും കാണാൻ പറ്റുന്നില്ലേ? ഇല്ല സർ. ഇപ്പോൾ കാണാവോ? ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന ഈതർനെറ്റ്, ടോക്കൺ റിംഗ്, ടോക്കൺ ബസ്, ഇതിലേതെങ്കിലും ഒരു ടെക്നോളജി ആയിരിക്കും നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ വിൻഡോസ് ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ലിനക്സ് ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ മാക് ആയിരിക്കും, അല്ലെങ്കിൽ iOS ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്, ഏതെങ്കിലും ആയിരിക്കും. അപ്പോൾ ഓരോന്നാണെങ്കിലും ഈ പറഞ്ഞ പോലെ ജാവ കോഡിൽ വ്യത്യാസം വരണം. ജാവ അതിൽ ഒരെണ്ണത്തിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഫോർമാറ്റിലായിരിക്കില്ല വേറെണ്ണത്തിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈതർനെറ്റ് ആണെങ്കിൽ ഈതർനെറ്റിൻ്റെ ഫോമിലേക്ക് മേളിൽ നിന്ന് വരുന്ന ഡാറ്റയെ കൺവേർട്ട് ചെയ്യുന്ന പണി LLC ചെയ്യും. ടോക്കൺ റിങ്ങിൽ കൂടെയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നതെങ്കിൽ ടോക്കൺ റിങ്ങിന് വേണ്ടിയ ഫോർമാറ്റിലേക്ക്, അതായത് ഇപ്പം രജിസ്റ്റേർഡ് പോസ്റ്റ് ആണെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റിനനുസരിച്ച് അയക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് LLC ചെയ്യും. ഇതിന് മേളിലോട്ടുള്ള ലെയറുകളൊന്നും അതിനെപ്പറ്റി ബോധമല്ല. ഇതെങ്ങനെയാണ് ഇതിന് അയക്കുന്നത്, രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടാണ് അയക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവൻ അറിയേണ്ട കാര്യമില്ല.
അതുപോലെ ടോക്കൺ ബസ് എന്ന് പറയുന്ന അതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടോക്കൺ ബസ്സിന് വേണ്ടിയ ഫോർമാറ്റിലേക്ക് ഈ ഫ്രെയിമിനെ അല്ലെ ഡാറ്റയെ മാറ്റുന്ന പരിപാടി LLC ചെയ്യും. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ LLC ഇവിടെ നിൽക്കുന്ന പോലെയാണ് JVM നിൽക്കുന്നത്, ജാവ വെർച്വൽ മെഷീൻ എന്ന് പറയുന്ന സാധനം നിൽക്കുന്നത്. ജാവ കോഡ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കും. ജാവ നമുക്ക് ഏതിന് വേണമെങ്കിലും എഴുതാം. ഇതിൻ്റെ അടിയിൽ ഈ എഴുതിയേക്കുന്നത് വിൻഡോസ് ആവാം, ഇത് ലിനക്സ് ആവാം, ഇത് മാക് OS ആവാം, iOS ആവാം, ആൻഡ്രോയിഡ് ആവാം, ഏത് വേണമെങ്കിലും ആവാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെ മേളിൽ JVM എന്ന് പറയുന്ന ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും, ജാവ വെർച്വൽ മെഷീൻ. ആ ജാവ വെർച്വൽ മെഷീനിലാണ് ജാവ കോഡ് ഓടുന്നത്. ആ ജാവ കോഡ് ഓടുമ്പം അതിനനുസരിച്ച് ഈ LLC വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിന് വേണ്ടിയ രീതിയിലേക്ക് മാറ്റും, ലിനക്സ് ആണെങ്കിൽ ലിനക്സിന് വേണ്ടിയ രീതിയിലേക്ക് മാറ്റും, മുതലായ കാര്യങ്ങൾ ചെയ്യും. ക്ലിയർ ആയോ? അപ്പോൾ LLC എന്ന് പറയുന്ന PPT ആണല്ലോ കാണുന്നത് അല്ലേ? That is, LLC is different from the medium access control sublayer which provides different protocols for different LANs. അതിൻ്റെ അടിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്ന പ്രോട്ടോകോൾ ഏതാണെങ്കിലും അതിന് വേണ്ടിയ രീതിയിൽ LLC ഫ്രെയിമിൽ വ്യത്യാസം വരുത്തും. എ സിംഗിൾ LLC പ്രോട്ടോകോൾ ക്യാൻ പ്രൊവൈഡ് ഇൻ്റർകണക്ടിവിറ്റി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് LANs ബിക്കോസ് ഇറ്റ് മേക്സ് ദ മാക് സപ്ലെയർ ട്രാൻസ്പെറൻറ്റ്. മാക് എന്ന് പറയുന്ന സപ്ലെയറിനെ ട്രാൻസ്പെറൻ്റ് ആക്കും. അത് ഈ സെൻറ്റൻസ് ഇച്ചിരി കൺഫ്യൂസിങ് ആണെങ്കിൽ നിങ്ങളത് ഉപേക്ഷിച്ചേക്കുക. ഇത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്, അത് തന്നെയാണ്. അതായത് LLC എന്ന് പറയുന്ന സാധനം അതിൻ്റെ അടിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്ന പ്രോട്ടോക്കോൾ ഏതാണെന്ന് ഉണ്ടെങ്കിലും അത് ഏതാണെങ്കിലും അതിന് വേണ്ടിയിലേക്കുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ LLC ചെയ്യും. The purpose of LLC is to provide flow and error control from upper layer. LLCയുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഫ്ലോ കൺട്രോളും എറർ കൺട്രോളും ആണ്. ഫ്ലോ കൺട്രോൾ ചെയ്യുക, ഫ്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക, എറർ കൺട്രോൾ എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ഇതാണ് LLCയുടെ മെയിൻ പരിപാടി. അപ്പോൾ LLC ഒരു പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ താഴത്തെ ലെയർ ഏതാണെങ്കിലും അതിനനുസരിച്ച് വേണ്ടിയ രീതിയിലേക്ക് ഫ്രെയിമിനെ മാറ്റി കൊടുക്കും. ക്ലിയർ ആണോ? അപ്പോൾ LLCയുടെ ഫ്രെയിമിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അടുത്ത സ്ക്രീൻ ഫ്രെയിമിംഗ് എന്ന് പറയുന്ന സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഫ്രെയിമിങ് ഓക്കെ. ഫ്രെയിം ഇത് ഒരു ഇങ്ങനെയാണ്. അതായത് LLCയിൽ ഓരോ സ്ഥലത്ത് വരുമ്പോഴും നമ്മുടെ ഡാറ്റ ഉണ്ടാവും. ആ ഡാറ്റ ഓരോ ലെയറിൽ വരുമ്പോഴും അതിനനുസരിച്ച് ആ ലെയറിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ, ഫിസിക്കൽ അഡ്രസ്സ് ആണെങ്കിൽ ഫിസിക്കൽ അഡ്രസ്സ് ആഡ് ചെയ്യും. എറർ കൺട്രോളിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ അഡീഷണൽ പാരിറ്റി ബിറ്റ് പോലത്തെ ബിറ്റുകളൊക്കെ ഇല്ലേ, അതൊക്കെ ആഡ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഫ്രെയിമിങ് വരുമ്പോഴത്തേക്കും ഫ്രെയിം നമ്മുടെ LLCയിൽ വരുമ്പോൾ LLCയിൽ കിട്ടുന്ന ഇൻഫർമേഷൻ, അതായത് അതാണ് ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ യൂസർ ഡാറ്റ എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അതിൻ്റെ കൂടെ LLC കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ലെറ്ററാണ് കിട്ടിയെങ്കിൽ ആ ലെറ്റർ എൻവലപ്പിനകത്തേക്ക് ഇട്ട് എൻവലപ്പിൻ്റെ പുറത്ത് അഡ്രസ്സും സ്റ്റാമ്പും ഒക്കെ ഒട്ടിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ആ കിട്ടിയേക്കുന്ന ഡാറ്റയുടെ പുറത്ത് കുറേ കാര്യങ്ങൾ ചെയ്യും. അതാണ് LLC എന്ന് പറയുന്നത്, LLC ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ 12:45 ആയതുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്തിയിട്ട് അടുത്ത ക്ലാസ്സിൽ തുടരാം. അതുപോലെ ഓക്കെ. അപ്പോൾ ഞാൻ